ലോകത്തുള്ള എല്ലാ കവികളുടെയും എല്ലാ മനുഷ്യസ്നേഹികളുടെയും ഒരു വലിയ രോദനമാണ്. അദ്ദേഹം അതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഇവിടെ നടത്തുന്നത്. ഇപ്പം നമ്മുടെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പോലും നമ്മളെക്കുറിച്ച് അന്വേഷിക്കാൻ ആൾക്കാർ ധാരാളം ഉണ്ട്. അന്വേഷിക്കാനും അത് വേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കാനും ഒക്കെ ആൾക്കാർ ധാരാളമുണ്ട്. നമ്മൾക്ക് പിന്നെ ബ്രാൻഡ് ചെയ്ത ആൾക്കാരായതുകൊണ്ട് അതിന് ഭയമില്ല എന്നുള്ളതാണ്. നമ്മുടെ എന്ത് ചെയ്യാനാ, മാക്സിമം രക്തസാക്ഷിത്വമാണ്. രക്തസാക്ഷിത്വം ഏറ്റവും നല്ലതാണെന്ന്, അതാണ് ജീവിതത്തിൽ ഏറ്റവും മഹനീയമായ ഒരു തലവെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഈ രക്തസാക്ഷിത്വത്തിൻ്റെ ബോധം വാസ്തവത്തിൽ എല്ലാ ആളുകൾക്കും ഉണ്ടാകേണ്ടതാണ് എന്ന് കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ഈ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഗണപൂജാരിയുടെ ഈ ദൃശ്യാവിഷ്കാരം തുടങ്ങാനുള്ള അരുതേ ഈ പാപഹത്യ, ഇനിയും അരുതേ ഈ പാപഹത്യ. അരുതേ ഈ പാപഹത്യ, ഇനിയും അരുതേ ഈ പാപഹത്യ. വിറപൂണ്ടു നിൽക്കയാണ് വിറപൂണ്ടു നിൽക്കയാണ് ഇസ്രയേൽ. ചതിവിന്റെ ചരടിൽ ചങ്കക്കലക്കി കലിപൂണ്ടു നിൽക്കയാണ് ഇസ്രയേൽ. കനിവിന്റെ കണ്ണിൽ കൊടികെട്ടി. അരുതേ പാപഹത്യ എന്ന ആ കവിത പുരോഗമന ചിന്താഗതി ഒരിക്കലും വെച്ചു ഓർപ്പിക്കില്ല എന്ന മുതലാളിത്ത രാഷ്ട്രത്തിന്റെ ഗണപൂജാരി അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ പാവപ്പെട്ടവന്റെ കവിയാണ്. അദ്ദേഹം കൂലിപ്പണിക്ക് പോകും. അദ്ദേഹം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഓരോ സൃഷ്ടിയുടെയും വേദന നമുക്കറിയാം. അത് ഈ ഒരു കവിത സൃഷ്ടിച്ച സമയത്തിന് അദ്ദേഹത്തിനുണ്ടായ വേദന ഈ കേട്ടുകൊണ്ടിരുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു.